ഹായ്, ഗുഡ് ഈവനിങ് എവരി വൺ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ ഇന്റർപ്രിറ്റേഷന്റെ അടുത്ത ചില ക്വസ്റ്റ്യൻസ് ആണ്. ഇതുവരെ നമ്മൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഐ തിങ്ക് 1 2 3 4 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിവേ ഫോർത്ത് എന്നാണ് പറഞ്ഞത്, ഫിഫ്ത്ത് ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ ടെസ്റ്റ് നമ്മൾ തന്നിരുന്നു. ആ ടെസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ അടുത്ത ദിവസം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട്. എനിക്ക് അധികം ഡൗട്ട്സ് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയ ഡൗട്ട്സ് പൂർണ്ണമായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു. അപ്പോൾ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ തന്നെ നമുക്ക് ഇന്ന് ഡിസ്കഷൻ തുടങ്ങാം. ആർ യു റെഡി? ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഓഡിബിൾ ആണെങ്കിൽ. ശരി, അപ്പൊ നമുക്ക് അടുത്ത ലെവൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓരോ സെഷൻ കഴിയുമ്പോഴും പുതിയ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വേണം. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചുകൂടി വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: The table below embodies data on the number of candidates who appeared for an interview and got admission in 5 engineering disciplines during the year 2014 to 2019. In accordance with the table, answer the questions 1 to 5 എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടേബിളിൽ തന്നിരിക്കുന്നത് 5 എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ്: കെമിക്കൽ, സിവിൽ, എയറോസ്പേസ്, ദെൻ പെട്രോളിയം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിവിഷൻസ് തന്നിട്ടുണ്ട്. ആ ഓരോ ഡിവിഷൻസിലും ഐ എന്ന് പറയുന്നത് ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്ത ആളുകളുടെ എണ്ണവും, എ എന്ന് പറയുന്നത് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ആളുകളുടെ എണ്ണവുമാണ്. അങ്ങനെ 2014 മുതൽ 2019 വരെയുള്ള ആളുകളുടെ എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്നുമാണ് നമ്മളോട് 5 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് കാണാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫോണ്ട് നിങ്ങൾക്ക് വിസിബിൾ അല്ലേ? ഒന്ന് പറയണേ. ബിക്കോസ് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഫോണ്ട് കുറച്ച് ചെറുതാക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഒന്ന് കമന്റ് ചെയ്യണേ വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഫൈൻ. സോ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർഡ് ഫോർ ആൻ ഇന്റർവ്യൂ ഓവർ ദി 6 years in aerospace and electrical engineering disciplines? ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒറ്റ വായനയിൽ നമുക്ക് ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ പറയുന്നത്: വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർഡ് ഫോർ ദി ഇന്റർവ്യൂ ഓവർ 6 years ഇൻ എയറോസ്പേസ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ്. അപ്പൊ 2 കോളംസാണ് വേണ്ടത്. ഒന്ന് ഇന്റർവ്യൂ അപ്പിയർ ചെയ്തവരാണ്, റൈറ്റ്? ഇന്റർവ്യൂ അപ്പിയർ ചെയ്തവരും ഇന്റർവ്യൂ സെലക്ട് ചെയ്യുക അഡ്മിറ്റ് ചെയ്തവരുടെ ഡേറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എയറോസ്പേസ് അല്ലേ ആദ്യം? അതെ, ആദ്യം എയറോസ്പേസിൽ അപ്പിയർ ചെയ്തവരുടെ എണ്ണം, റൈറ്റ്? ഇതിന്റെ ടോട്ടൽ നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ ഡിവിഷനിൽ അപ്പിയർ ചെയ്തവരുടെ എണ്ണം. രണ്ടിലും അപ്പിയർ ചെയ്തവരല്ലേ? കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർഡ് ഫോർ ദി ഇന്റർവ്യൂ ഓവർ ദി 6 years ഇൻ എയറോസ്പേസ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ്. ഇതിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു കമ്പാരിറ്റീവ്ലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയാം. അഡിഷൻ കൃത്യമായിട്ട് ചെയ്യാം. ദെൻ അത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി 1 മിനിറ്റ് പെട്ടെന്നൊന്ന് ആഡ് ചെയ്ത് പറയാമോ? നിങ്ങൾ ആഡ് ചെയ്ത് ഡിഫറൻസ് കണ്ടുപിടിച്ച് ആൻസർ പറഞ്ഞാൽ മതി. 1 മിനിറ്റ് ടൈം. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പെട്ടെന്ന് കണ്ടുപിടിച്ച് പറയും. കാൽക്കുലേറ്റർ ഒന്നും യൂസ് ചെയ്തേക്കില്ലേ? ഓക്കെ, കിട്ടിയോ? അഡീഷൻ ഒക്കെ വരുമ്പോൾ, അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ വരുമ്പോൾ വളരെ വേഗത്തിൽ ചെയ്യാൻ നോക്കുക. ഗ്രാജുവലി പതുക്കെ നിങ്ങൾക്ക് സ്പീഡ് കൂടിക്കോളും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. സോ എനിവേ, ആദ്യത്തെ കോളം ആഡ് ചെയ്യുക. അഡീഷനൊക്കെ നമ്മളുടെ ഡയറക്റ്റ് മെത്തേഡ് തന്നെ മതി. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. സോ വിൽ ഗെറ്റ് എത്രയാണെന്നുള്ളത് നോക്കുക. 2 + 5 that is 7.
4, 10, 16, 19, 25, and 33. 3. Then 6, 10, 11, 13. Plus 3, that 14 plus 3, that is 7. 1, 2, 3, 4, 5, 6, 7. Is it 7737? കിട്ടിയോ? ഓക്കെ, അടുത്ത കോളും അതേപോലെ ആഡ് ചെയ്തേ. എത്ര എന്ന് പറഞ്ഞേ? ഓക്കെ, സോ ആഡ് ചെയ്യുമ്പോൾ ഗെറ്റ് എത്ര വരും? 6, 2, 8, 9, 9 plus 4, that is 13, 3. Okay, then again 1, 4, 10, 19, 23, 9, 30, right? 0. Okay, 7 plus 3, difference എടുക്കുമ്പോൾ that is 4, 3. 4, 3 വരുന്നതല്ലേ റൈറ്റ് ആൻസർ? ഇനി ഇവിടേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ആഡ് ചെയ്യാൻ പോകണ്ട. ഇവിടെ ജസ്റ്റ് ഇതിന്റെ ഡിഫറൻസ് നോക്കുക. ആദ്യത്തെ രണ്ട് ഫിഗർ നമുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോ 7-ൽ നിന്നും 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 7-ൽ നിന്നും 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 4. ദെൻ 3-ൽ നിന്നും 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 3. അപ്പൊ അവസാനത്തെ രണ്ട് ഫിഗർ എന്ന് പറയുന്നത് 3-ഉം 4-ഉം ആണ്. സോ അവസാനത്തെ രണ്ട് ലെറ്റർ 3-ഉം 4-ഉം വരുന്ന ആൻസർ എടുത്താൽ പോരെ? മൊത്തം കമ്പ്യൂട്ട് ചെയ്ത് ടൈം വേസ്റ്റ് ആക്കണ്ട. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ആൻസർ പറയാം. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. യെസ്. ഓക്കെ, കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അഡ്മിറ്റഡ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഫ്രം ദി ഇയർ 2015 to 2016? സിവിൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ, സിവിൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ട് ആ സിവിൽ എഞ്ചിനീയറിംഗിൽ 2016 തൊട്ട് 2015 തൊട്ട് 16 വരെ അല്ലേ? സോറി, 2015 എത്ര പേരുണ്ടായിരുന്നു? 2015 1980 ആയിരുന്നു. 2016 അത് 1815 ആയിട്ട് കുറഞ്ഞു. റൈറ്റ്. സോ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് എടുക്കുമ്പോൾ ഗെറ്റ് 5 ഹിയർ. അടുത്ത് 7 മൈനസ് 6, ദെൻ 165 അല്ലേ? 165 എന്ന് കിട്ടി. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് ബേസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതല്ലേ? അതായത് 2015 നിന്നും 16 എത്തുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിക്രീസ് ഉണ്ടായിട്ടുണ്ടെന്ന ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഡിക്രീസ് അല്ലെങ്കിൽ ഇൻക്രീസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താ? ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100 ആണ്. ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100. എന്തായാലും നമ്മളോട് പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിക്രീസ് ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഓർക്കേണ്ട ഇതാണ്, ഈ ഒരു ഇക്വേഷൻ ഓർത്തേക്ക്. ചേഞ്ച് എത്രയാന്ന് നോക്കുക. ചേഞ്ച് ഡിവൈഡ് ബൈ ബേസ്, ഏത് ഇയറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ബേസ്. ബേസ് ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 165 ആണ് ഡിവൈഡഡ് ബൈ ബേസ് എന്ന് പറയുന്നത് 1980 ആണ് ഇൻറ്റു 100. ഓക്കെ, സോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സോൾവ് ചെയ്ത്. 0 ആൻഡ് 0 സ്ട്രൈക്ക് ചെയ്യുന്നു. ദെൻ പിന്നെ എന്ത് ചെയ്യണം? വെട്ടിക്കളയാവുന്നൊക്കെ വെട്ടിക്കളഞ്ഞ് ചെറുതാക്കാൻ നോക്കുക. നമുക്ക് അങ്ങനെ ആൻസറിലേക്ക് പോകാൻ പറ്റിയ അത്രയും നല്ലത് എന്നുള്ളതാണ്. സോ ഇവിടെ തന്നിരിക്കുന്നതിൽ 165-ഉം 198-ഉം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് ഞാനിവിടെ ഉപയോഗിക്കാത്തതിന് റീസൺ ഉണ്ട്, അത് ഞാൻ പറയാം. ഷോർട്ട് കട്ട് നമുക്ക് ഉപയോഗിക്കുന്ന പ്രശ്നമൊന്നുമില്ല, പക്ഷെ ചിലപ്പോൾ അത് ടൈം കൺസ്യൂമിങ് ആവും. എന്തായാലും നമുക്ക് ഇതൊന്നും ഈ മെത്തേഡിലൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ 3 വെച്ച് യൂസ്ഫുൾ ആണോ? രണ്ടിലും കോമൺ ആയിട്ട് 3 പോകുമെന്ന് നോക്കിയാൽ മതി. 3 വെച്ച് യൂസ്ഫുൾ ആണോ? 15-ൽ 3 തവണ, 15-ൽ 3 തവണ. ഇവിടെയോ 19-ൽ എടുത്തു കഴിഞ്ഞാൽ 6 തവണ, 18-ൽ എടുക്കുമ്പോൾ 6 തവണ, 66. ഓക്കെ, ശരിയാണോ?
അല്ല, കാൽക്കുലേഷൻ എവിടെയും തെറ്റിയിട്ടുണ്ടോ? ആം, ഇവിടെ 5 അല്ലേ? എന്റെ കാൽക്കുലേഷൻ തെറ്റിയതാ, സോറി. 55 അല്ലേ? അതായത് 3 ആണ്. 3 എന്ന് പറയുമ്പോൾ 165 കോമൺ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഗെറ്റ് 5 × 3 ദെൻ 5 × 3 55 ഡിവൈഡ് ബൈ 66 എന്ന് കിട്ടി. ഓക്കെ, 55 ഡിവൈഡ് ബൈ 66 കോമൺ ആയിട്ടുണ്ടോ? ഞാൻ ഇപ്പുറത്ത് എഴുതാം. അതിനെ വീണ്ടും നമുക്ക് കോമൺ ആയിട്ടുള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. കോമൺ ആയിട്ട് എന്താണ്? 11 വരും. സോ ഗെറ്റ് 5 ഡിവൈഡഡ് ബൈ 6. ഇതിനകത്ത് 5 ഡിവൈഡ് ബൈ 6 ഉണ്ടോ എന്ന് നോക്കി. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഓരോ പൂജ്യം ഇട്ട് പോയാൽ മതി. 50 ഡിവൈഡ് ബൈ 6 ആണെങ്കിൽ എത്ര വരും എന്ന് ആലോചിക്കുക. 50 ഡിവൈഡ് ബൈ 6 ആണെങ്കിൽ യുൽ ഗെറ്റ് 8 ടൈംസ്, റൈറ്റ്? 8 ടൈംസിൽ ചെയ്ത് കഴിഞ്ഞാൽ യുൽ ഗെറ്റ് 50. ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് എന്ന് പറയുന്നത് 2 വരും. അപ്പൊ 2-ല് 6 പോകില്ലല്ലോ, വീണ്ടും 0 എഴുതുക. 20-ല് എത്ര തവണ പോവും? 3 തവണ പോവും. വീണ്ടും 18ആയി. ബാലൻസ് എത്രയുണ്ട്? വീണ്ടും 0 ആവുന്നു, റൈറ്റ്? 20-ല് വീണ്ടും പോകില്ല, 2-ല് 3 പോകില്ല, വീണ്ടും പോകില്ല, വീണ്ടും 0 എഴുതി. സോ 20-ല് ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ വീണ്ടും 3 കിട്ടി. ഓക്കെ, സോ വി ഗോട്ട് 833. 833 പെർസെന്റേജിലേക്ക് നോക്കിയാൽ അത് തന്നെ കിട്ടൂല. 833 ഇൻറ്റു 10 വരുന്നില്ല. ഇൻറ്റു 10 എവിടെയാ? ഏത് 10ആണ്? ഒന്നും കൂടി. യാ ഷുവർ, ലെറ്റ് മീ ഷോ. എവിടെ തൊട്ട്? ഇവിടെ തൊട്ട് പറഞ്ഞാൽ ആദ്യം ഞാൻ ഈ സ്ട്രൈക്ക് ചെയ്യുന്നോട്ട് പറഞ്ഞുതരാവേ. ശ്രദ്ധിച്ചോ. നമ്മൾ വെട്ടി കുറച്ച് ആൻസറിലേക്ക് പോകാൻ പോവാം. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, ബേസ് ഇയർ, ദാറ്റ് ഈസ് ബേസ് എന്ന് പറയുന്നത് 1980 ആണ്. അതിന്റെ എത്ര ശതമാനമാണ് 165 എന്നാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പൊ 165 ഡിവൈഡഡ് ബൈ ആ നമ്പർ ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതില് ഈ സീറോയും ഈ 100ന്റെ സീറോയും നമ്മൾ വെട്ടിക്കളയുന്നു. ഓക്കെ, ദെൻ ഇവിടെ ഒരു സീറോ ഉണ്ടെന്നുള്ളതല്ലേ പറഞ്ഞത്? ശരിയാണ് കേട്ടോ, ശരിയാണ്. അത് ആ സീറോ മറന്നെന്നും പറഞ്ഞ് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അത് പ്രശ്നമൊന്നുമില്ല. ദെൻ അതിനുശേഷം ഇതിനെ തമ്മിൽ സ്ട്രൈക്ക് ചെയ്യുക. ഓക്കെ, സ്ട്രൈക്ക് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് ഏതാ ഉള്ളത്? 3 ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് പോകും. അപ്പൊ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 15-ൽ ആദ്യത്തെ 16-ൽ 3 എത്ര പ്രാവശ്യം പോകും നോക്കുക. 16-ൽ 3 5 പ്രാവശ്യം പോകും. ദെൻ ബാക്കി 5 അല്ലേ? 5 × 3 15ആണ്. ബാലൻസ് ഒന്നുണ്ട്. 15-ൽ വീണ്ടും 5 പ്രാവശ്യം പോകും. ഓക്കെ, അതേപോലെ താഴെ നോക്കുക. 3 എത്ര പ്രാവശ്യം പോകുന്നു? 19-ൽ 3ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 18ആണ്. 6 തവണ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 18 കിട്ടും. ദെൻ ബാലൻസ് എത്രയുണ്ട്? ഒന്നുണ്ട്. 19 അല്ലേ? 19 മൈനസ് 18, ഒന്നുണ്ട്. ആ 1ഉം 8ഉം 18. ആ 18-ൽ എത്ര തവണയാണ്? വീണ്ടും 6ആണ്. ഓക്കെ, വേണമെങ്കിൽ ഇവിടെ 550 എന്ന് എഴുതാം. പ്രോബ്ലം ഒന്നുമില്ല, 550 എന്ന് എഴുതാം. ബിക്കോസ് ആ 10ന്റെ ആ 0 ഇപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് വീണ്ടും അതിനെ സ്ട്രൈക്ക് ചെയ്യുക. സോ വിൽ ഗെറ്റ് 11. 11 കോമൺ ആയിട്ട് 55-ലായാലും 66-ലായാലും. അപ്പോൾ 11 × 5 ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 55. 0 വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവിടെ 50 എന്ന് എഴുതാം. ദെൻ 66-ലേക്ക് വരുമ്പോൾ 6 ചെയ്യുക, റൈറ്റ്? സോ 50 ഡിവൈഡഡ് ബൈ 6 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ട്രൈക്ക് ചെയ്യുന്നു. സോ വിൽ ഗെറ്റ് 50-ൽ എത്ര തവണ പോകും? 6. 50-ൽ 8 ടൈംസ് പോകും. പിന്നെ 0ആണ്. ഇപ്പോൾ ബാലൻസ് 2 വരുന്നുണ്ട്. ആ 2-ൽ 6 പോവില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വീണ്ടും ഒരു 0 ആഡ് ചെയ്യുന്നു. ഇപ്പൊ 20-ൽ എത്ര പ്രാവശ്യം പോകും? 2 ബാലൻസ് ഉണ്ടല്ലോ. 20-ൽ 6 എന്ന് പറയുന്നത് 3 പ്രാവശ്യം പോകും. സോ 3 പോയിന്റ് 0 ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഒരു പോയിന്റ് കൊടുക്കണം. 8.3 ആയി. 3 പ്രാവശ്യം എന്ന് പറയുമ്പോൾ 18ആയി. 18 കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് വീണ്ടും 2 ഉണ്ട്. വീണ്ടും ഒരു 0 കിട്ടും. 20-ൽ 6 3 പ്രാവശ്യമാണ് പോകുന്നത്. വീണ്ടും ബാലൻസ് 2 ഉണ്ട്. വീണ്ടും ഒരു 0 ഇടുക, വീണ്ടും 3 എഴുതുക, വീണ്ടും ഒരു 0 ഇടുക, വീണ്ടും 3 ഇടുക, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, അത് 2 ഫ്രാക്ഷനിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 8.33%. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇതാണ് ഈ ഒരു മെത്തേഡിൽ
ഐ മീൻ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും നല്ല വഴി ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതർവൈസ് നമ്മളുടെ ആ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 8.33യും 8.43യും കാണാം. അപ്പൊ അത്രയും ചെറുതാക്കാൻ വേണ്ടി യു വിൽ ഹാവ് ടു വർക്ക് എ ലോട്ട്. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഷോർട്ട് കട്ട് മെത്തേഡ് ഇല്ലേ, 1980, ഇവിടെ എത്ര പെർസെൻറ്റേജ് ആണ് 165 എന്ന് കണ്ടുപിടിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 1980യുടെ 10% എടുത്തു കഴിഞ്ഞാൽ യുൽ ഗെറ്റ് 198. ഓക്കെ, പിന്നെ അതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുക? 1% മൈനസ് ചെയ്യുക. 1% മൈനസ് ചെയ്യുമ്പോൾ 19.8, 20 കൺസിഡർ ചെയ്താലും മതി. 19.8 എന്ന് പറയുമ്പോൾ 20 എന്നുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാം. യു വിൽ ഗെറ്റ് എത്ര വരും? 198ൽ നിന്ന് 20 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 178. 20 178.2 കുറവായതുകൊണ്ട് ആ പോയിന്റ് നമ്മളോട് ആഡ് ചെയ്തു. സോ 178 കിട്ടി. 20 മൈനസ് ചെയ്തെന്ന് വിചാരിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് 9%. 9% എടുത്തപ്പോൾ അതിനേക്കാളും കൂടുതലല്ലേ 165? അതിന് മുകളിലാണ്. അപ്പൊ എന്ത് ചെയ്യാം? വീണ്ടും കുറയ്ക്കണം. വീണ്ടും കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസിലേക്ക് വെക്കുക. 9ൽ താഴെ വരുന്ന 2 ഫിഗറേ ഉള്ളൂ. 9ൽ താഴെ വരുന്ന 2 ഓപ്ഷൻസ് നമ്മുടെ ഉണ്ട്. അപ്പൊ 8.4 അല്ലെങ്കിൽ 8.3 ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? ഇതിൽ നിന്നും ഒരു 0.6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 0.6 കമ്പ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലേ? 0.6 കമ്പ്യൂട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് 1 എന്ന് പറയുന്നത് 19.8 ആണെന്ന് അറിയാം. അതിന്റെ പകുതി എടുക്കാം, 10. ഓക്കെ, 10 എടുക്കുമ്പോൾ എത്രയായി? 0.5 ആയി. അതിന്റെ ഒപ്പം 1% ആഡ് ചെയ്യുക, 0.1 ആഡ് ചെയ്യുക, 1 പോയിന്റ് സംതിങ് ആഡ് ചെയ്യുക. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ മെത്തേഡ് തന്നെ ചെയ്തത്. സോ ബെറ്റർ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതല്ലേ ഈ ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഓക്കെ, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഒന്നെങ്കിൽ യു ക്യാൻ ഗോ ഫോർ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്തു പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് വെച്ച് ചെയ്തു പോകാം. ഈ മെത്തേഡ് വെച്ച് ചെയ്തു പോകുമ്പോൾ 9% എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും പോകാനുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അവിടെ നിന്നും പോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് എയ്തർ ഇതിനിടയിൽ ഇടയിലുള്ള ഒരു ഫിഗർ കണ്ടുപിടിക്കണം. ഈ 2 ഓപ്ഷൻ ഇല്ലേ, 8.4 ആൻഡ് 8.33, ഇതിന് രണ്ടിനും ഇടയിൽ എന്ന് പറയുമ്പോൾ 8.4 കണ്ടുപിടിക്കണം. റൈറ്റ്. 0.4ലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് ഇപ്പൊ 9% എന്ന് പറയുന്നത് 178.2 ആണെന്ന് അറിയാം. അവിടെ നിന്നും 0.4ലേക്ക് എത്താൻ വേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഞാൻ ആദ്യം അതിൽ നിന്നും 0.5 മൈനസ് ചെയ്യും. ഓക്കെ, 0.5 എന്താ? 1 എന്ന് പറയുന്നത് 19.8 ആണെങ്കിൽ അതിന്റെ പകുതി. 19.8ന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20ന്റെ പകുതി എടുക്കുക. 20ന്റെ പകുതി 10 ആണ്. ദെൻ പോയിന്റ് ബാലൻസ് 20 ഇല്ലല്ലോ, 2 അല്ലേ ഉള്ളത്, 0.2. അതിന്റെ പകുതി എടുക്കുക. അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 0.4 ആണ്. ഓക്കെ, അപ്പോൾ അത് മൈനസ് ചെയ്യുക. സോ വിൽ ഗെറ്റ് 9 അല്ല, 0.2ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 0.1. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9.9 എന്ന് കിട്ടും. അങ്ങനെയൊന്നും വേണ്ട, ഏകദേശം ഒരു 10 മൈനസ് ചെയ്യുക. 10 മൈനസ് ചെയ്യുമ്പോൾ 168 ആയി. ഓക്കെ, 168 ആയി. അതായത് 0.5 മൈനസ് ചെയ്ത് 168 ആയി. ഇനിയും അതിൽ നിന്നും ഒരു 0.1 കൂടി മൈനസ് ചെയ്യുക. 0.1 എത്രയാണെന്ന് എങ്ങനെ അറിയും? 1 എന്ന് പറയുന്നത് 19.8 ആണെങ്കിൽ 0.1 എത്രയായിരിക്കും? 1.98 ആയിരിക്കും. 1.98 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2 മൈനസ് ചെയ്തപ്പോൾ യു ഗോട്ട് എത്ര വന്നു? 166 കിട്ടി. ഇനി ആ ഓപ്ഷനുമായിട്ട് നോക്കിയാൽ മതി. അതായത് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത് 8.4 ആണ്. 8.4 എന്ന് പറയുന്നത് 166 ആണെങ്കിൽ അതിന് മുകളിലാണോ അതിൽ താഴെയാണോ നമ്മളുടെ ആൻസർ? ഓക്കെ, 8.4 എന്ന് പറയുന്നത് 166 ആണ്. ആ 166ന് താഴെയാണോ 165, അതോ 165 എന്ന് പറയുന്നത് 166നേക്കാൾ കൂടുതലാണോ? ഇത് ചിന്തിച്ചാൽ പോരെ. 166നേക്കാൾ താഴെയാണ് 165. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 8.43യേക്കാൾ താഴെയാണ്. 8.43ക്കാൾ താഴെയുള്ള ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെ കണ്ടുപിടിക്കാം. സോ എയ്തർ യു ക്യാൻ ഗോ ദി പ്രീവിയസ് വേ ഓർ യു ക്യാൻ യൂസ് ദിസ് വേ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ മെത്തേഡ് യൂസ് ചെയ്യാം. ഏതാ നിങ്ങളുടെ മെത്തേഡ്? ഫസ്റ്റ് മെത്തേഡ് ആണോ സെക്കൻഡ് മെത്തേഡ് ആണോ?
ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്യുക കേട്ടോ. ലാസ്റ്റ് ഡേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് മെത്തേഡ് എപ്പോഴും നല്ലത്. ഓക്കെ, ലാസ്റ്റ് ഡേ ചെയ്തതിനകത്ത് നമ്മൾ ഈ മെത്തേഡ് ആയിരിക്കും എപ്പോഴും നല്ലത്. ഇന്ന് ചെയ്ത ക്വസ്റ്റിനകത്ത് ഈ ഫസ്റ്റ് മെത്തേഡ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ദാറ്റ്സ് അപ് ടു യു. അപ്പൊ ഇങ്ങനെ കുറെ അടുത്ത് നിൽക്കുന്ന ലെറ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഒരു നല്ല വഴി എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 8.4, 8.3, 9.0, 9.1 ഇങ്ങനെ നോക്കുമ്പോൾ ഇത് രണ്ടും അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സാണ്. അത്രയും ക്ലോസ് ആയിട്ട് വരുമ്പോൾ നമ്മളുടെ ഈ ഒരു മെത്തേഡ് ചിലപ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് ആവാം. അപ്പൊ നിങ്ങൾക്ക് ആ ഫസ്റ്റ് മെത്തേഡിൽ തന്നെ പോവാം. ഓക്കെ, സോ ഡിസൈഡ് ആസ് യു വിഷ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിങ്ങൾ ആ ഓപ്ഷൻസിലേക്ക് നോക്കി. ഓപ്ഷൻസ് നോക്കുമ്പോൾ അറിയാം 8.1 പിന്നെ 8.8 ഉണ്ട്, 91.68 ഉണ്ട്, 91.86 ഉണ്ട്. അപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് കോംപ്ലിക്കേഷൻ വരുന്നുള്ളത് അവിടുന്ന് മനസ്സിലാക്കണം. അത് വെച്ചിട്ട് വേണം ഏത് മെത്തേഡ് പോകണം എന്നുള്ളത് തീരുമാനിക്കാം കേട്ടോ. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അഡ്മിറ്റഡ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂഡ് ഫോർ ഓൾ ദി ഇയേഴ്സ് ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഒറ്റ വായനയിൽ ക്വസ്റ്റ്യൻ മനസ്സിലാവണം. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, the percentage of total number of candidates admitted. Then രണ്ടാമത് total number of candidates interviewed for all years in chemical engineering. അപ്പൊ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആദ്യം എടുത്തു. അവിടുത്തെ ഇന്റർവ്യൂവിന്റെ ടോട്ടൽ വേണം, അഡ്മിറ്റഡിന്റെ ടോട്ടൽ വേണം. രണ്ടും ഒന്ന് ആഡ് ചെയ്ത് പറയാമോ? വേഗം ആയിക്കോട്ടെ. ടോട്ടൽ പറയണേ. ഇന്റർവ്യൂവിന്റെ ടോട്ടൽ, അഡ്മിറ്റഡിന്റെ ടോട്ടൽ. ഓക്കെ, ഇന്റർവ്യൂഡ് 7251 അല്ലേ? ഓക്കെ, ഫൈൻ. 7251 ആണ് ഇന്റർവ്യൂഡ്. വാട്ട് അബൌട്ട് അഡ്മിറ്റഡ്? വാട്ട് അബൌട്ട് അഡ്മിറ്റഡ്? പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണേ.
6661. ഓക്കെ. സോ രണ്ടാമത്തെ ടോട്ടൽ എന്ന് പറയുന്നത് 6661 ആണ് അല്ലെ. അപ്പൊ ഇനി നമ്മളോട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അഡ്മിറ്റഡ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂഡ്. അഡ്മിറ്റ് ചെയ്തതും ഇന്റർവ്യൂ ചെയ്തതും. അപ്പൊ ഇന്റർവ്യൂ ചെയ്തതിൽ എത്ര ശതമാനം ആളുകളെ അഡ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ കണ്ടുപിടിക്കേണ്ടത് 7,251ന്റെ എത്ര ശതമാനമാണ് 6661 എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ ഡിഫറൻസ് ഒന്നുമല്ല, ഇതിന്റെ എത്ര ശതമാനമാണത്. സോ എത്ര പേര് ഇന്റർവ്യൂ ചെയ്തതിന്റെ എത്ര ശതമാനം ആളുകളെ അഡ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ ഇന്റർവ്യൂ ചെയ്തത് 7,251 ആണ്. അതിന്റെ എത്ര ശതമാനമാണ് 6,661 എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കുമ്പോൾ യു മൈറ്റ് ഫീൽ ഡിഫിക്കൽട്ടി, റൈറ്റ്? എങ്ങനെ കണ്ടുപിടിക്കും? 6,661 divided by 7,251 into 100. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെ വരുമ്പോ ഒന്നെങ്കിൽ ഇവിടെ 0 ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. ഒരു പോയിന്റ് അല്ലേ, ചെറിയ വ്യത്യാസം വരുള്ളൂ, അത് വലുതായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അത് നമ്മളെ അഫക്റ്റ് ചെയ്യില്ല, ബിക്കോസ് ഇവിടെ ഡയറക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കോമൺ ആയിട്ടൊരു വാല്യൂ അവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പാടായതുകൊണ്ട് എയ്തർ യു ക്യാൻ ഗിവ് എ 0 ഇട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ചെറുതാക്കി അവസാനം നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ മറ്റേ വഴി സെക്കൻഡ് വേയിലേക്ക് പോവാം. സെക്കൻഡ് വേയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ 7,000ഉം 6,000ഉം ആണ്. അപ്പൊ എന്തായാലും 8% ഒന്നും അല്ല. 8% ഒക്കെ വളരെ ചെറുതാണ്. അത് 10% താഴെയല്ലേ, അതൊന്നും അല്ല. അപ്പോൾ ഈതർ 91.68 അല്ലെങ്കിൽ 91.86 എന്ന് പറയുന്നതാണ് ആൻസർ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഡയറക്ട്ലി 100% സ്റ്റാർട്ട് ചെയ്യുന്നു. 100% എന്ന് പറയുന്നത് 7,251 ആണ്. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു 10% അങ്ങ് മൈനസ് ചെയ്യും. 10% മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 725.1 ഒക്കെ അവിടെ തൽക്കാലം ഞാൻ ഒഴിവാക്കുന്നു. 725 അങ്ങ് മൈനസ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ നിന്ന് 725 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 0 ആക്കിയേക്കാം അല്ലെ, കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ്. വലിയ ഫിഗേഴ്സ് ആണ്. ഒരു വാല്യൂ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിഡക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മൾ അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ അവിടെ 0 ആക്കി വയ്ക്കുന്നു, കാൽക്കുലേഷൻ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടി. 1 ആയാലും പ്രോബ്ലം ഒന്നുമില്ല. സോ യു വിൽ ഗെറ്റ് 5 ഹിയർ. Then 4 minus 2, that is 2. 7 1 എടുക്കുന്നു. 12ൽ നിന്നും 7 പോയി കഴിഞ്ഞാൽ that will be 5 അല്ലേ. ദെൻ ഇത് 6525 എന്ന് കിട്ടി. ഇതാണ് എത്ര? 100ൽ നിന്ന് 10% പോയി കഴിഞ്ഞാൽ 90% എന്ന് പറയുന്നത് 6525 ആണ്. നമുക്ക് എത്രയുണ്ട്? 6661 ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങോട്ടേക്ക് എത്തിക്കണം. അതിനുവേണ്ടി ഇപ്പൊ 90%നേക്കാൾ കൂടുതലാണ് നമുക്കറിയാം. നമ്മുടെ ഓപ്ഷൻസ് വെച്ച് തന്നെ നമുക്കറിയാം 90% എന്ന് പറയുന്നത് 6525 ആണ്. അവിടെ നിന്ന് ഞാനൊരു 1% ആഡ് ചെയ്യുന്നു. 1% എത്രയാ? 72, റൈറ്റ്? 7,251ന്റെ 10% ഒരു പോയിന്റ് മാറ്റുക, 1% ആണ് 2 പോയിന്റ് മാറ്റുക. സോ 72.5 എന്ന് കിട്ടും. 72.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 0.5, 7, ഇവിടെ 9, ഇവിടെ 5, 6. സോ 6,597 എന്ന് കിട്ടി. ഇനിയുള്ളത് എയ്തർ 91 മുകളിലാണ്, അല്ലെങ്കിൽ ഇതെന്നുള്ളതാണ്. സോ യു ക്യാൻ ഗോ ഫോർ 7% അല്ലെ, 0.7ലേക്ക് പോവാം. ഓക്കെ, 0.7ലേക്ക് പോവാം. അപ്പോ കിട്ടിയിരിക്കുന്നത് 91 ആ കിട്ടിയിരിക്കുന്നത്. ആ 91ന്റെ ഒപ്പം നമ്മളൊരു 0.7 ആഡ് ചെയ്യണം. ഓക്കെ, 0.7 ആഡ് ചെയ്താൽ എങ്ങനെ വരും എന്നുള്ളത് ചിന്തിച്ചാൽ മതി. സോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി.
0.7 എങ്ങനെ? ഓക്കെ, ഗോ ഫോർ 0.5. പറ്റുമോ? 1% ഇവിടെ കിടപ്പുണ്ടല്ലോ, 1% ഇവിടെ കിടപ്പുണ്ട്. 72.5 ആണ്, അല്ലെങ്കിൽ 72 ആണ്. ഓക്കെ, 72 ആണ് 1%. അതിൽ പകുതി 36, 36 ആഡ് ചെയ്യുക. 36 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കുക. ഓക്കെ, യു വിൽ ഗെറ്റ് സംതിങ്. ദെൻ ഒരു 0.2 ആഡ് ചെയ്യുക. 0.2 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 1 ഇവിടെ കിടപ്പുണ്ട്, അതിന്റെ ഇരട്ടി. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒന്ന് റേസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് ഇത്തിരി കാൽക്കുലേഷൻ ടഫ് ആയിട്ടുള്ള രീതിയിൽ അവർ ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ സ്റ്റേജ് എത്തുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഓ, ഐ ഷോ യു. സിക്സ് ഫൈവ് നയൻ 7.5 എന്നാണ് നമുക്ക് കിട്ടിയത്. അതെന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 91% ആണെന്ന് നമുക്കറിയാം. ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് 91% ആണ്. 91 എഴുതിയപ്പോൾ ശരിയായില്ല. ഇത് 91% ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒപ്പം 0.7 കൂടി ആഡ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. 0.7 ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം 0.5 ആഡ് ചെയ്യുന്നു. 0.5 എന്ന് പറഞ്ഞാൽ ഈ 1%ന്റെ പകുതിയാണ് 0.5. 1% 72 ആണെങ്കിൽ അതിന്റെ പകുതി 36 ആണ്. റൈറ്റ്. 0.5 ഒക്കെ നമ്മൾ മൈൻഡേ ചെയ്യേണ്ട, 36 ആണ്. ഈ 0.5 ഞാൻ മൈൻഡ് ചെയ്യണ്ട, അത് ഞാൻ ഒഴിവാക്കുന്നു. അതില്ലാതെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരും? ഇറ്റ് വിൽ ബി 3, then it's 9 plus 3, 10 plus 3, 13. ഇത് 6. ഓക്കെ, ഇത്രയും കിട്ടി. അതായത് 91.5 എന്ന് പറഞ്ഞാൽ 6633 എന്ന് കിട്ടി. ഇനി അതിന്റെ ഒപ്പം 0.7 ആക്കാൻ വേണ്ടി ഒരു 0.2 കൂടി ആഡ് ചെയ്യാം. ഓക്കെ, 0.2 എന്തായിരിക്കും? 1% 72.5 ആണെങ്കിൽ 0.1% എന്ന് പറഞ്ഞാൽ അത് 7.25 ആണ്. 7 വെറും 7 നീന്തിക്കുക. ആ 7ന്റെ ഒപ്പം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 14. ഇതിന്റെ ഒപ്പം 14 കൂടി ആഡ് ചെയ്യുക. ഓക്കെ, സോ വിൽ ഗെറ്റ് എത്ര വരും? 14 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 33ന്റെ ഒപ്പം 14 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 6647. ഒന്നുകൂടി പറയാം. അപ്പോ ഈ 2.2 കിട്ടിയതല്ലേ പ്രശ്നം? 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1% എത്രയാ? 72 ആണ്. ഇവിടെ എഴുതാം മുകളില്. 1% 72 ആണെങ്കിൽ 0.1% എത്രയായിരിക്കും? 7.2 ആയിരിക്കും. റൈറ്റ്? ഒരു പോയിന്റ് മാറ്റിയാൽ മതി. 1% 72 ആണെങ്കിൽ 0.1% എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഇടുക, 7.2 ആയിരിക്കും. അപ്പൊ 0.2% എത്രയായിരിക്കും? 7.2 into 2, that is 14.4. ഓക്കെ, അങ്ങനെ ആ പോയിന്റ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യാതെ 14 എഴുതി. ബിക്കോസ് ഇത്രയും വലിയ വാല്യൂസ് ആകുമ്പോൾ പോയിന്റ് അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കൺസിഡർ ചെയ്യാതെ ഞാനത് 14 എഴുതി. സോ യു ഗോട്ട് 14 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 6647 ആണ് കിട്ടിയത്. അതായത് 91.7 എന്ന് പറയുന്നത് 6647 ആണ്. ഇനി പറയൂ, അതിനേക്കാൾ കൂടുതലാണോ അതിനേക്കാൾ കുറവാണോ നമ്മളുടെ വാല്യൂ? നമ്മളുടെ വാല്യൂ എത്രയായിരുന്നു? 6661 ആണ്. ഇവിടെ 47 ആയുള്ളൂ. അപ്പൊ ഇതിനേക്കാൾ കൂടുതലല്ലേ? ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഓരോ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. സോ റൈറ്റ് ആൻസർ ഈസ് 91.86. മനസ്സിലായോ? ഓക്കെ, മറ്റേ മെത്തേഡ് കൂടെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ പല മെത്തേഡുകൾ നമ്മളൊന്ന് ട്രൈ ചെയ്യണം. എപ്പോഴും ഏതാണ് കംഫർട്ടബിൾ ആവുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോ 6660 ഡിവൈഡഡ് ബൈ 7251 എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ അവിടെ 51നെ മാറ്റുന്നു. ഡിവിസിബിൾ ആണോ എന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ്. 61 എന്ന് പറയുമ്പോൾ അത് ഇവിടെ ഒറിജിനൽ വാല്യൂ അല്ലേ, ഡിവിസിബിൾ ആണോ എന്ന് ആദ്യം ഒന്ന് നോക്കിയേക്കുക.
ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് കോമൺ ആയിട്ടുള്ള വാല്യൂ ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ അതിന് റൗണ്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ ഈ കാൽക്കുലേഷൻ. സോ ഇതർ 6661 ആൻഡ് 7251, ഈ രണ്ട് ഫിഗർ തമ്മിൽ കോമൺ ആയിട്ട് ഒരു ഡിവൈഡ് ചെയ്യാവുന്ന ഒരു വാല്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 63 വരും. 36 ഇല്ല, 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. ഗോ ഫോർ 0. ഓക്കെ, 0 വെച്ച് എന്നാലും നമുക്ക് ഡിവിഷൻ ചെയ്ത് വരുമ്പോൾ വളരെ കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ചെയ്തു നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ബെറ്റർ ടു യൂസ് ദി പ്രീവിയസ് മെത്തേഡ് കേട്ടോ. കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വിട്ട് അടുത്തയിലേക്ക് പോവാം. ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് നേരം പിടിച്ചു നിർത്തും. അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതർവൈസ് മറ്റേ നേരത്തെ ചെയ്ത മെത്തേഡ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? കോമൺ ആയിട്ട് ഇവിടെ 0 ഉള്ളതുകൊണ്ട് 10 വെച്ച് ഡിവൈഡ് ചെയ്യാം. 10 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 666 ഡിവൈഡഡ് ബൈ 725 എന്നല്ലേ ഉള്ളൂ. അപ്പോഴും പ്രശ്നമാണ്. അപ്പോഴും നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല. 7 3 12 5 വരും. എനിവേ കോമൺ ഡിവിഷൻ ഇല്ല അവിടെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോർമലി ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ശിഷ്ടമൊക്കെ എടുത്ത് ഇത്രയും വലിയ ഫിഗറിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതും വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഐ വിൽ സജസ്റ്റ് യു ഡു ദി പ്രീവിയസ് വേ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക. വീണ്ടും വീണ്ടും വേണ്ടി ചെയ്ത് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. സോ ഗോട്ട് ആൻ ഐഡിയ റൈറ്റ്? ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടി ബെറ്റർ ആവും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. വാട്ട് ഈസ് ദി ആവറേജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർഡ്? ഇല്ല, അത് ഡിവൈഡ് ചെയ്യുന്ന ഇങ്ങനെ ഡയറക്റ്റ്ലി ഡിവൈഡ് ചെയ്യുന്നത് അത്ര ഈസി ഒന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പോയിന്റ് വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. വലിയ ഫിഗേഴ്സ് ആണ്, അത്ര ഈസി അല്ല. കാൽക്കുലേഷൻ വളരെ ഡിഫിക്കൽട്ട് ആണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പൊ അത് ബെറ്റർ മറ്റേത് പോണം. ഇത് ഇങ്ങനെ വെച്ച് കമ്പ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. 725 അല്ലല്ലോ. ഇല്ല, അത് ഞാനിപ്പോ അത് എന്താ പറയാ ചെയ്യുക എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആവുള്ളൂ. വലിയ ഫിഗർ വെച്ചിട്ട് ഫ്രാക്ഷൻ വന്ന് പോയിന്റ് വന്ന് പോകുന്ന രീതി ചെയ്യേണ്ടി വരും. ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഇതിങ്ങനെ കിട്ടാൻ വേണ്ടി വളരെ ടഫാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോകുന്നു. ഏതായാലും വേറെ ഏതെങ്കിലും വേയിൽ കുറച്ചുകൂടി ഈസിയർ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ആ മെത്തേഡ് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദി ആവറേജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർഡ് ഫോർ ആൻ ഇന്റർവ്യൂ in the year 2016 for admission into all 5 engineering disciplines? Average number of candidates who appeared for the interview. 2016 ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്തവരുടെ എണ്ണം. ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്തവർ എത്ര പേരാണ് നോക്കുക. ഐ വന്നിരിക്കുന്നവർ മാത്രം. ഓക്കെ, ഇതാണ് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ. ആവറേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ. വേഗം കണ്ടുപിടിച്ചു ആൻസർ പറയും. അപ്പിയർഡ് അല്ലേ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്? ഐ എന്ന് പറയുന്നത് അപ്പിയർഡ് ആണ്, എ എന്ന് പറയുന്നത് അഡ്മിറ്റഡ് ആണ്. അത് ആദ്യം ആ ഇൻട്രൊഡക്ഷൻ സ്ലൈഡിൽ പറയുന്നത്. നമുക്ക് തെറ്റിപ്പോവും കേട്ടോ. തെറ്റിപ്പോവും പലപ്പോഴും. എ കിടക്കുന്നതുകൊണ്ട് അപ്പിയർഡ് ആണോ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പിയർഡ് അല്ല, എ എന്ന് പറയുന്ന അപ്പിയർഡ് അല്ല, എ അഡ്മിറ്റഡ് ആണ്. ഓക്കെ, സോ ആഡ് ചെയ്തോ 8. നിങ്ങൾ സാധാരണ ഇതിലെ നേരത്തെ എഴുതി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് തന്നെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ. 8 + 3 8 + 2 that is 0.
0, 6, 9, 17, 23, 24. കമ്പ്യൂട്ട് ചെയ്തിട്ട് പറയും. Now this is 3, right? 3 ആ വരുന്നത്, ശരിയാണ്. Then 2, 8, 10, 11, 19, 20. You'll get 2 here. Yeah, 5, 5, 2, 3, 0 എന്ന് കിട്ടും അല്ലേ? 5, 2, 3, 0. Or 6, 2, 6, 2 ആണോ 5, 2 ആണോ? 1, 2, 3, 4, 5. 5 അല്ലേ? കമ്പ്യൂട്ട് ചെയ്ത് അഡീഷൻ ചെയ്ത് തെറ്റിക്കല്ലേ, വേഗം ആഡ് ചെയ്തിട്ടൊന്ന് പറയൂ. ഓക്കെ, ഡിവൈഡ് ബൈ 5 ചെയ്യുക. സ്ട്രൈക്ക് ചെയ്തോളൂ. 5 ഒരു തവണ പോവും ഇവിടെ. ദെൻ 1, 2, 3, 4, 5. 5 അല്ലല്ലോ, 6 ആണോ? നോക്കിയേ നിങ്ങൾ ഞാൻ കൂട്ടിയില്ലായിരുന്നു, നിങ്ങൾ കൂട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സി ഒന്നുകൂടി ആഡ് ചെയ്യാം. 0 + 0, then 2, 2 + 8, 0, then 6, 13, 16, 22 + 1, 23. 2 റിമൈൻഡർ ഉണ്ട്. 2, 10, 11, 19, 20, 22. 2 is there. Then 1, 2, 3, 4, 5, 6. 6,230 ആണ് വരുന്നത് കേട്ടോ. 6,230 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കിയാൽ മതി. ആൻസർ 1 എടുക്കുന്നു. 12. 12 എത്ര തവണ പോവും? 2 തവണ പോവും. ദെൻ 2 ഉണ്ട് 23 4 ടൈംസ് പോവും. ദെൻ 30 6 ടൈംസ് പോവും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. ഗിവ് മി 1 സെക്കൻഡ്. ഒരു സെക്കൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണല്ലോ അല്ലേ? ശരി. ദി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർഡ് ഫോർ ദി ഇന്റർവ്യൂ ഫോർ അഡ്മിഷൻ ഇൻ ടു പെട്രോളിയം എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഇൻ ദി ഇയർ 2014. അപ്പൊ 2014 പെട്രോളിയം എഞ്ചിനീയറിംഗിൽ അപ്പിയർഡ് ഫോർ ദി ഇന്റർവ്യൂ എത്രയാന്ന് നോക്കുക അല്ലേ? അപ്പിയർഡ് ഫോർ ദി ഇന്റർവ്യൂ compared to the number of candidates who got admission in electrical engineering discipline in the year 2015. 2015 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ അപ്പിയർഡ് ആണോ? അല്ല. ഹു ഗോട്ട് അഡ്മിഷൻ കിട്ടിയവരുടെ എണ്ണം. ഇത് തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. 960:1120 എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിച്ചു.
അപ്പോൾ 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ ഇത് സ്ട്രൈക്ക് ചെയ്യുക. സോ വിൽ ഗെറ്റ് കോമൺ ആയിട്ട് എന്തൊക്കെയുണ്ട്? കോമൺ ആയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം അല്ലേ? സോ 96 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് 48. ഇത് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 56 കിട്ടും. വീണ്ടും ഡിവൈഡ് ചെയ്യുക. 48 ആൻഡ് 56 ഡയറക്റ്റ്ലി വേണമെങ്കിൽ ചെയ്യാമല്ലോ അല്ലേ? 8ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? ഓ 8 ഇൻറ്റു 6 48, 8 ഇൻറ്റു 7 56. So we'll get 6:7. ഇതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഓക്കെ ആയല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റിൽ നമുക്ക് 2 ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനും ബാക്കി ഈസി ക്വസ്റ്റ്യൻസും ആയിരുന്നു. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 3 ആയിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് അത്രയും ക്ലോസ് ആണ്. അത്രയും അടുത്തുള്ള ഓപ്ഷൻസ് വരുമ്പോൾ കമ്പ്യൂട്ടേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആവും, കുറച്ച് ടൈം കൺസ്യൂമിങ് ആവും. ബാക്കി ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയുള്ള 2-3 ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ബാക്കിയുള്ള 2-3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എപ്പോഴും കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ചെയ്ത് സമയം കളയുന്നതിന് പകരം എന്ത് ചെയ്യണം? അവസാനത്തേക്ക് വെക്കുക. ഏറ്റവും അവസാനം ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ദെൻ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കാം. എന്നിരുന്നാൽ കൂടിയും ഏറ്റവും അവസാനത്തെ 20 മിനിറ്റോ 25 മിനിറ്റോ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കാൻ പറ്റും നോക്കുക. ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യന്റെ പാറ്റേൺ അറിയാലോ. 2 ടാബുകളിലായിട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാവും. പേപ്പർ 1ന്റെ പേപ്പർ 2ന്റെ ടോട്ടൽ 3 hours ഡ്യൂറേഷൻ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ആദ്യം ചെയ്യാം. ഇപ്പോൾ പേപ്പർ 1 ചെയ്യുവാണെങ്കിൽ ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ അവിടെ വച്ചിട്ട് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ അവിടെ വച്ചിട്ടേ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്ത് പെൻഡിങ് വെച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു 2 hour and 30 minutes കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവസാനത്തെ 30 or 25 minutes നമുക്ക് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ തന്നെ ചെയ്യാം. അത് ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതർവൈസ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ വെച്ചിട്ട് 1 മണിക്കൂറൊക്കെ കളയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് വെച്ച് 1 മണിക്കൂർ പോയി കഴിഞ്ഞാൽ ബാക്കിയൊന്നും ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. ഓക്കെ, അത് നിങ്ങൾ ഒരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ എപ്പോഴും മനസ്സിൽ വെച്ചേക്കണേ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഈസിയർ ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തരാം. ഓക്കെ, ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാം. ദി ഫോളോയിങ് ടേബിൾ ഷോസ് total number of students in department of institute along with the percentage of females and male students. Answer the questions from 1 to 5 based on the given data. നമുക്ക് ഈ തന്നിരിക്കുന്നത് ഒന്ന് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസും ഉണ്ട്. ദെൻ അതിൽ നിന്നും ഫീമെയിലിന്റെ പെർസെൻറ്റേജും മെയിലിന്റെ പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. വേറെ ഒന്നും ഇതിനകത്ത് കമ്പ്യൂട്ട് ചെയ്യാനില്ല. ഇപ്പോൾ ഇതിൽ നിന്നും ഈ തന്നിരിക്കുന്നതിന്റെ ഫീമെയിൽ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ നമ്പർ കണ്ടുപിടിക്കാൻ പാടില്ലേ? അതേപോലെ മെയിലിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ മെയിൽ നമ്പർ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് ഓർക്കുക. 45% എന്ന് പറയുന്നത് എന്താണ്? 50% നിന്നും 5% മൈനസ് ചെയ്യുന്നതാണല്ലോ. ഇത് നമ്മുടെ മനസ്സിലേക്ക് വരണം. അതർവൈസ് 45% നമ്മൾ ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. അതിലും എളുപ്പം ഇതല്ലേ? എന്തുകൊണ്ടാ? 840യുടെ 50% കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 840യുടെ 50% എന്ന് പറയുന്നത് അതിന്റെ പകുതിയാണ്, 420 ആണല്ലോ. 5% എത്രയാണ്? ഈ 420 നിന്നും ഒരു 0 കളഞ്ഞ 5% ഇല്ല. 50% 420 ആണെങ്കിൽ 5% 42 റൈറ്റ്. അപ്പോ 420 നിന്ന് 42 മൈനസ് ചെയ്ത് എത്ര കിട്ടും? 420 നിന്ന് നിങ്ങൾ 40 മൈനസ് ചെയ്യുക, ഇപ്പൊ 380 എന്ന് കിട്ടും. 2 മൈനസ് ചെയ്യുക, 378. ഇങ്ങനെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. എത്ര ടൈം എടുത്തു? ഓക്കെ, എത്ര ടൈം എടുത്തു എന്ന് സ്വയം ആലോചിച്ച് നോക്കി. ആ ഒരു രീതിയിൽ ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കി ടേബിൾ മൊത്തം. ഇനി അപ്പോൾ എത്രയാണ് 55%? 55% എന്ത് ചെയ്യണം? 50% എടുക്കുക പ്ലസ് 5% എടുക്കുക. സോ ഈ തന്നിരിക്കുന്ന കാര്യത്തിൽ ഇവിടെ പ്ലസ് ആക്കിയാൽ മാത്രം മതി. സോ വിൽ ഗെറ്റ് 420 പ്ലസ് 42 462. ഓക്കെ ആയോ? അങ്ങനെയാണെങ്കിൽ സിവിൽ എങ്ങനെയാണെന്ന് പറഞ്ഞേ. സിവിൽ എഞ്ചിനീയറിംഗ് 220 ആണ് 35%. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും നിങ്ങൾ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു മാത്രം ഒന്ന് കമന്റ് ചെയ്തേ. ഡയറക്ട്ലി പോവോ അതോ ഇത് ചെയ്തുകൂടെ? 30% പ്ലസ് 5%. 30% എത്രയാ? 22നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 22നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
66 കിട്ടും. സോ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 66. ഈ 22 എടുത്തിട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഗെറ്റ് 66. ദെൻ 5% എത്രയാണ്? 22ന്റെ പകുതി 11 ആണല്ലോ. കഴിഞ്ഞില്ലേ? ഇത്രയും വരാൻ പാടുള്ളൂ. ഇതിൽ കൂടുതൽ കാൽക്കുലേഷൻ നമുക്ക് വേണ്ട. അങ്ങനെ ചിന്തിക്കുക. സോ ഇറ്റ് വിൽ ബി 77. 65% ആണെങ്കിലോ ഈ 220 നിന്ന് 77 അങ്ങ് മൈനസ് ചെയ്താൽ മതി. ഓക്കെ. 220 നിന്ന് 77 മൈനസ് ചെയ്തത് ടൈം കളയുന്നവരുണ്ട്. എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യണം? ഈ 220 70 മൈനസ് ചെയ്യുക, ദെൻ 7 മൈനസ് ചെയ്യുക. 220 70 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 150 ആയല്ലോ. 150 7 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 143 ആയില്ലേ? ഓക്കെ, ചെയ്യുക. അപ്പോൾ അടുത്ത ഡിപ്പാർട്ട്മെന്റ് മെക്കാനിക്കൽ 900 ഡയറക്ട്ലി വന്നിട്ടുണ്ട്. 900 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ 23%ഉം 77% എത്രയാണെന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കി. 23 എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി 20 പ്ലസ് 3. 20 എന്ന് പറയുമ്പോൾ 180. 3 എന്ന് പറയുമ്പോൾ 27. 180 27 207. കഴിഞ്ഞില്ല. ഇങ്ങനെ മനസ്സിൽ കമ്പ്യൂട്ട് ചെയ്യും. കിട്ടുന്നുണ്ടോ പറഞ്ഞ സ്റ്റൈലില്? പറഞ്ഞ മെത്തേഡ് ക്ലിയർ ആണോ? ഓക്കെ. 23 എന്ന് പറയുമ്പോൾ 20% എത്രയാന്ന് ആലോചിച്ച് നോക്കുക. 20% എന്ന് പറഞ്ഞാൽ 9നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2% 18 ആണ്. 18 ആണെങ്കിൽ 180 20%. ഇങ്ങനെ ചെയ്യാം. ദെൻ 3% എന്ന് പറഞ്ഞാൽ 9നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ 27. സോ 207 എന്ന് കിട്ടി. ഓക്കെ, 207 കിട്ടുന്നത്. ദെൻ 900 നിന്ന് 207 മൈനസ് ചെയ്യാം. 900 നിന്ന് 207 മൈനസ് ചെയ്യുമ്പോഴും പലപ്പോഴും നമുക്ക് ബ്രെയിനിൽ അത് കൺഫ്യൂഷൻ വരും. അപ്പൊ എന്ത് ചെയ്യണം? 900 നിന്ന് 200 മൈനസ് ചെയ്യുക. സോ 700 ആയി. ഇനി 7 മൈനസ് ചെയ്യുക. 693. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 360. 360ന്റെ 60% പ്ലസ് 5%. കണ്ടുപിടിക്കാൻ പാടാണെങ്കിൽ എന്ത് ചെയ്യണം? 360ന്റെ 50% പ്ലസ് 10% പ്ലസ് 5%. കണ്ടുപിടിക്കാൻ പാടില്ലേ? 360ന്റെ 50% എത്ര വരും? 50% പ്ലസ് 10% പ്ലസ് 5%. ഇതിന്റെ പകുതിയാണ് 50%. 180. ഓക്കെ, 10% എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് മാറ്റിയാൽ മതി. പ്ലസ് 36. 5%, 50%, 180 ആണെങ്കിൽ 18. ഇതാണ് കമ്പ്യൂട്ടേഷൻ കേട്ടോ. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച് ടോട്ടൽ ആൻസർ ടോട്ടൽ ഒന്ന് ഫില്ല് ചെയ്യാമോ നോക്കി എല്ലാ കോളവും. എത്ര കിട്ടി? 65%. ഇത് മാത്രം പറയൂ. 65% എത്ര കിട്ടി? 234. ഓക്കെ, 234. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് 234 കുറച്ച് 35% എത്രയാണ്? കിട്ടിയോ? ഇത് തന്നെയാണോ കിട്ടിയത്? 126. 224 ശരി. നിങ്ങൾ പറയുന്ന പോലെയാണ് ഞാൻ എഴുതുന്നത്. 224 ആണെങ്കിൽ ആണ്. അത് 34. 206 26 മുപ്പത്താറ് അല്ലല്ലോ, 234 തന്നെയാണ്. ഇത് ആഡ് ചെയ്യാനല്ലേ പറഞ്ഞത്? 180 പ്ലസ് 36. 180 36 216. 216ന്റെ ഒപ്പം 18 കൂടെ ആഡ് ചെയ്താൽ 226 234. ശരിയാണ്, 234. ദെൻ
ഇത് ആഡ് ചെയ്യുമ്പോൾ ഡിഫറൻസ് എടുക്കുക 126 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് 450ന്റെ 44%. 44% കണ്ടുപിടിക്കാൻ എന്ത് എളുപ്പമാണെന്ന് ആലോചിക്ക്. 40% പ്ലസ് 4%, അല്ലേ? 40% കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? പല സ്റ്റേജ് കണ്ടുപിടിക്കാം കേട്ടോ. എയ്തർ യു ക്യാൻ മൾട്ടിപ്ലൈ ദിസ്. 5നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 20 കിട്ടും. 4നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 16 കിട്ടും. സോ 116ഉം 160ഉം 20 എന്നുള്ള രീതിയിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ സെക്കൻഡ് വേ ഈസ് ഓൾസോ ദയർ. ഇതെന്താ 45ആണ്. 45ന്റെ 2% എത്രയാ? ഇരട്ടി. റൈറ്റ്? 45ന്റെ 20% എന്ന് പറയാൻ അതിന്റെ ഇരട്ടി 90ആണ്. 90 പ്ലസ് 90 180 എന്ന് കിട്ടും. ഇതാണ് 40%. പല രീതിയുണ്ട്. മാത്സിന് ഒരു ലിബർട്ടി നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഏത് രീതി വേണമെങ്കിൽ ചെയ്യാം. സോ ഒന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡുകൾ ജസ്റ്റ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാം. അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ സോ എയ്തർ യു ക്യാൻ ഡു ദിസ്. എനിക്ക് വേണ്ടത് 44% ആയതുകൊണ്ട് ഞാൻ ഒന്നെങ്കിൽ 40% കണ്ടുപിടിച്ചിട്ട് 4% ആഡ് ചെയ്യുന്നു. ഈ 40% കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള എളുപ്പവഴിയാണ് പറഞ്ഞത്. 40% എന്ന് പറയുമ്പോൾ 4 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0 ഒഴിവാക്കിയിട്ട് 45നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 45നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ 20% പ്ലസ് 20% അല്ലേ 40%? എന്നും ചിന്തിക്കാം. റൈറ്റ്? 20% കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 45ന്റെ 20% എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 90. 90 പ്ലസ് 90 180. 180 പിന്നെ 4 ദാറ്റ് ഈസ് 18. ഓക്കെ, സോ 180 പ്ലസ് 18 198 എന്ന് കിട്ടിയോ? ശരിയാണോ? ഏത് രീതി വേണമെങ്കിൽ ചെയ്തോ, ആൻസർ എത്തിയാൽ മതി. ഓക്കെ, 198. 56 ആണെങ്കിലോ അത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഡിഫറൻസ് എടുത്താലും ആൻസർ കിട്ടും. 450 നിന്ന് 200 മൈനസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 250. 200 മൈനസ് ചെയ്യേണ്ട കാര്യമില്ല, 2 ആഡ് ചെയ്യാം. സോ 252. ഓക്കെ, എങ്ങനെ ചിന്തിച്ച് എങ്ങനെ വേണമെങ്കിലും പൊക്കോ, കറങ്ങി തിരിഞ്ഞ് അവസാനം ആ പോയിന്റിൽ എത്തിയാൽ മതി. അടുത്തത് 540ന്റെ 40% എത്രയാണെന്ന് വേഗം കമന്റ് ഇട്ടേ. 540ന്റെ 40% 216. ഓക്കെ, ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 60% കിട്ടും. അല്ലെങ്കിൽ 50 പ്ലസ് 10 ചെയ്താലും മതി. 270 പ്ലസ് 54. ഓക്കെ, 324 ആണോ? അപ്പോൾ കോളം നമ്മൾ ഫില്ല് ചെയ്തു. കോളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ പിന്നെ എളുപ്പമാണ്. നമ്മളോട് പിന്നെ ആ കോളത്തിൽ നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളെ പറ്റിയായിരിക്കും ഓരോ ചോദ്യങ്ങളും ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ കോളം നമ്മൾ ഫില്ല് ചെയ്തു. നിങ്ങൾ ആ കോളം ബേസ് ചെയ്തിട്ടുള്ള ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് നോക്കുക. മനസ്സിലായാലോ? അപ്പൊ ചെയ്ത രീതികളൊക്കെ ചെറിയ ചെറിയ ടെക്നിക്സ് ആണ്. ഈ ടെക്നിക്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയുമാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. എന്തെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? പറഞ്ഞു. ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മെസ്സേജ് ഇട്ടാലും പ്രോബ്ലം ഇല്ല. സോ ഐ ഹോപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഓൾ. വീണ്ടും അടുത്ത സെഷനിൽ കാണാം. ബൈ. എല്ലാ ദിവസവും ഓരോ ഏരിയാസ് വെച്ച് വീതം കണ്ടു തീർക്കുക കേട്ടോ. കൂടുതൽ സെഷൻസ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ടു തീർക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഗ്രൂപ്പിൽ തന്നെ ക്വസ്റ്റ്യൻസ് ഇട്ടുള്ളൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഓൾ. ബൈ. വീണ്ടും നമുക്ക് അടുത്ത സെഷൻ കാണാം. ബൈ.